ജാനകി, ഞാൻ ഇപ്പഴാ വന്നത്. റോസ്മരിയെ കാണിച്ചു തന്നപ്പോഴാ ഞാൻ ചുവരെഴുത്തൊക്കെ കണ്ടത്. അത് നീ എന്തിനാ കരയുന്നത്? മറ്റാരോ വികൃതി കാണിച്ചിട്ട് നീ എന്ത് പഠിച്ചു? നീ ഇങ്ങനെ കരയുന്ന കണ്ട അത് എഴുതിയമാർക്ക് ഒന്നും കൂടെ സന്തോഷാവത്തേ ഉള്ളൂ. നീ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവന്മാരെ തന്നെ ചമ്മും. എന്റെ ജാനക്കുട്ടി, ഞാൻ പറഞ്ഞ നീ ഒന്ന് കേക്ക്. ഇങ്ങനൊരു സംഭവം നീ അറിഞ്ഞതായിട്ടേ ഭാവിക്കണ്ട. എഴുതിയമാരെയൊക്കെ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. ശരിക്കുള്ള പണി തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പൊ നീ ധൈര്യമായിട്ടിരിക്കെ. എന്തായാലും കാണാനുള്ളവരൊക്കെ കണ്ടു. നീ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ എഴുതിയതൊക്കെ മാഞ്ഞു പോവോ? ജാനകി ഹെഡ് മാസ്റ്റർ വിളിക്കുന്നു. ചെല്ല്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് ചെല്ല്. അപ്പോ നിനക്കിതിലൊരു മനസ്സറിവും ഇല്ല അല്ലേ? ഇല്ല ടീച്ചർ. വേറെ ആരാ ഇത് എഴുതിയെന്നറിയാമോ? ഞാനല്ല. നീ അല്ലാന്ന് നീ പറഞ്ഞു കഴിഞ്ഞല്ലോ. എഴുതിയ ആളിനെ നിനക്കറിയാമോ എന്നാണ് ചോദ്യം. എനിക്കറിയില്ല ടീച്ചർ. ആരാ ഇത് ചെയ്തതെന്ന് ജാനകിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ഇല്ല ടീച്ചർ. ടീച്ചർക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ആരെയും സംശയമില്ല മാഡം. നിനക്കിതിൽ എന്തെങ്കിലും കൈയുണ്ടെന്ന് വന്നാൽ പിന്നെ നിന്റെ പഠിത്തം വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കും. ഓർത്തോ? പൊക്കോ. നിനക്കിതിലൊരു പങ്കുമില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ഏതോ വികൃതികൾ ഒപ്പിച്ച പണിയാ. ആളിനെ ഞാൻ കണ്ടുപിടിക്കും. ഞാനിങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ടീച്ചർ. അതെനിക്കറിയാലോ. ജാനകി നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ഇവൾ നമുക്ക് നല്ല പ്രതീക്ഷയുള്ള കുട്ടിയാണ് മാഡം. എക്സാം അടുത്ത സമയത്ത് ഇങ്ങനെ ഓരോ കോലാഹലം ഉണ്ടാകുന്നത് ഇവളുടെ ഫ്യൂച്ചറിനെ തന്നെ ബാധിക്കും. ജാനകി മിടുക്കി കുട്ടിയാണ്. പക്ഷെ അതുമാത്രം പോരല്ലോ, കുറച്ച് ധൈര്യം കൂടെ വേണ്ടേ? ഇതൊക്കെ നിസ്സാര പ്രശ്നങ്ങളായിട്ട് കാണാൻ പഠിക്കണം. കൂട്ടുകാർ കളിയാക്കിയാൽ പോലും കരഞ്ഞു പോകുന്ന തൊട്ടവാടിയാണോ നീ? അങ്ങനെ ആയാ മതിയോ? ഇവള് രത്നമ്മ ടീച്ചറുടെ മോളാന്നാ എല്ലാവരുടെയും ധാരണ. സത്യം എന്താന്ന് ടീച്ചറിനറിയാലോ. തെളിച്ചു പറഞ്ഞ രത്നമ്മ ടീച്ചർ ഇവളെ ഒരു വീട്ടുവേലക്കാരിയെ പോലെ കാണുന്നേ. പഠിച്ചൊരു നിലയിലെത്തിയാൽ മാത്രമേ ജാനകിക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ളൂ. കുറെ കഥകളൊക്കെ എനിക്കും അറിയാം. കഷ്ടപ്പാടും പ്രതിബന്ധവും ഒക്കെ നേരിട്ട് വളരുന്നവരാ ജീവിതത്തിൽ ഉയരങ്ങളിലെത്തുന്നത്. പൂച്ചട്ടിയിൽ വളരുന്ന ചെടികൾ ഒരിക്കലും വൻമരങ്ങളാകുന്നില്ല. അത് ജാനകി കണ്ടിട്ടില്ലേ? അമിതമായ ലാളനയും ശുശ്രൂഷയും കിട്ടുന്നവയാ പൂച്ചെടികൾ. ഇതൊന്നും കിട്ടാതെ കാറ്റും മഴയും വെയിലും ഏറ്റു വളരുന്നവയാ മഹാവർഷങ്ങളായി തീരുന്നത്. നമ്മുടെ പ്രതിസന്ധികളൊക്കെ നമ്മൾ അങ്ങനെ വേണം കാണാൻ. കോമ്പോസിഷൻ ബുക്ക് നോക്കി എല്ലാവരുടെയും കൈയക്ഷരം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ടീച്ചറെ. ഈ എഴുത്തുകാരനെ ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ. ജാനകി പൊക്കോളൂ. ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. സ്കൂൾ ലൈഫിൽ ഒരു തമാശ അങ്ങനെ കരുതിയാൽ മതി.